നമസ്കാരം. പ്രധാന വാർത്തകൾ. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കും കേരളത്തോടുള്ള അവഗണനയ്ക്കുമെതിരെ LDF. കേരളം ഇന്ത്യയിലല്ലേ എന്ന ചോദ്യവുമായി കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് പ്രതിഷേധ മാർച്ച്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ മാർച്ചിലും പട്ടാമ്പി BSNL ഓഫീസ് മാർച്ചിലും ഒറ്റപ്പാലം ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ചിലും പ്രതിഷേധമിരത്തി. ലഹരിക്കെതിരെ ബോധവൽക്കരണ പരിപാടികൾ സജീവം. പൈതൂരിൽ DYFI നേതൃത്വത്തിൽ ജനകീയ മനുഷ്യച്ചങ്ങല. കവചമാകാം ലഹരിക്കെതിരെ എന്ന തലക്കെട്ടിൽ ലഹരി വിരുദ്ധ കൂട്ടായ്മയുമായി പാലക്കാട് പ്രസ് ക്ലബ്. പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ലഹരി വിരുദ്ധ പോരാട്ടം. സംസ്ഥാനത്ത് ഭരണ സംവിധാനത്തിന്റെ സംരക്ഷണം ലഭിക്കുന്നതാണ് ലഹരി മാഫിയയ്ക്ക് പ്രചോദനമാകുന്നതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗം MM ഹമീദ്. സമൂഹത്തെയാകെ ബാധിക്കുന്ന പ്രശ്നമായ ലഹരിക്കെതിരെ സർക്കാർ ശക്തമായ നടപടികളാണ് സ്വീകരിക്കുന്നതെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. CPM ലഹരിക്കെതിരെ നിലപാടുള്ള പാർട്ടി. കേന്ദ്ര സർക്കാരിനെതിരെ LDF കൺവീനറുടെ രൂക്ഷ വിമർശനം. ഒരു വിഭാഗം ആശാവർക്കർമാരുടെ സമരം കാര്യങ്ങളറിയാതെയെന്നും TP രാമകൃഷ്ണൻ. പൗരാണിക ഗ്രന്ഥങ്ങളിൽ ജാതിയും വർണ്ണവും വിശ്വാസവും മാത്രം തേടിപ്പോയത് സമൂഹത്തിൽ അപജയത്തിനിടയാക്കിയെന്ന് പ്രഭാഷകൻ സുനിൽ P. ഇളയിടം. പൗരാണിക ഗ്രന്ഥങ്ങളിൽ യാഥാർത്ഥ്യത്തിലുള്ളത് മൂല്യങ്ങളുടെ ഉയർപ്പ്. ജ്ഞാനപ്പാനയുൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങൾ മനുഷ്യകുലത്തിന്റെ വഴികാട്ടിയെന്നും സുനിൽ P. ഇളയിടം. പാലക്കാട് വിക്ടോറിയ കോളേജിൽ മലയാള ഗവേഷണ കേന്ദ്രം തുറന്നു. തിരുവല്ലോമലയിൽ ഗൂഗിൾ മാപ്പ് നോക്കി സഞ്ചരിച്ച കാർ പുഴയിൽ പതിച്ചു. 5 അംഗ കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇടിമിന്നലിൽ തീ പടർന്ന് കൊപ്പം വിളത്തൂരിൽ കിടക്ക കമ്പനി കത്തിനശിച്ചു. ലക്ഷങ്ങളുടെ നാശനഷ്ടം. ആളപായമില്ല. കോട്ടായിൽ നിയന്ത്രണം വിട്ട കാർ ടെലിഫോൺ പോസ്റ്റിലിടിച്ച് തകർന്നു. വിഷുക്കാലമായതോടെ പാലക്കാട് ജില്ലയിലേക്ക് നിയമവിരുദ്ധമായും അനിയന്ത്രിതമായും പടക്കമെത്തുന്നുണ്ടെന്ന് ഫയർവർക്സ് ഡീലേഴ്സ് അസോസിയേഷൻ. കോടതി ഉത്തരവിന്റെ ലംഘനം നടക്കുമ്പോഴും അധികാരികൾ നടപടിയെടുക്കുന്നില്ല. ശിവകാശി ഉൾപ്പെടെയുള്ള പടക്ക നിർമ്മാണ കേന്ദ്രങ്ങളിൽ നിന്ന് അനധികൃതമായി പടക്കമെത്തുന്നുണ്ടെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ. പട്ടാമ്പി ഓർച്ചാർഡ് നവീകരണത്തിന് ഭരണാനുമതി ലഭിച്ചത് സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച 5 കോടിയുടെ പദ്ധതികൾക്ക്. ഓർച്ചാർഡിനെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചെത്തിക്കാനാകുമെന്ന് മുഹമ്മദ് മുഹ്സിൻ MLA. ഫാം സ്കൂൾ, ഫാം ടൂറിസം പദ്ധതികളും ഇതിന്റെ ഭാഗമായി ഓർച്ചാർഡിൽ നടപ്പാക്കും. വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ പരിപാലനം ഇനി ഷൊർണൂർ റെയിൽവേ ജംഗ്ഷൻ മെക്കാനിക്കൽ ഡിപ്പോയിൽ. തിരുവനന്തപുരം മംഗലാപുരം വന്ദേ ഭാരത് എക്സ്പ്രസ് പരിപാലനത്തിനായി ഷൊർണൂരിലെത്തിച്ചു. സാങ്കേതിക പരിപാലനത്തിനൊപ്പം പ്രധാന സുരക്ഷാ പരിശോധനകളും നടന്നു. 2024 കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. വീണയിൽ A. അനന്തപത്മനാഭൻ, നാടകത്തിൽ സേവ്യർ പുൽപ്പാട്ട്, നൃത്തത്തിൽ കലാമണ്ഡലം സരസ്വതി എന്നിവർക്ക് ഫെലോഷിപ്പ്. 18 പേർക്ക് അക്കാദമി അവാർഡുകളും 22 പേർക്ക് ഗുരുപൂജ പുരസ്കാരവും. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർക്കാരിന്റെ അവഗണനകൾക്കും സാമ്പത്തിക ഉപരോധത്തിനുമെതിരെ LDF നിയോജക മണ്ഡലം കമ്മിറ്റി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ മാർച്ച് നടത്തി. P. മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. കേരളം എന്താ ഇന്ത്യയിലല്ലേ എന്ന ചോദ്യമുയർത്തിയായിരുന്നു മാർച്ച്. ഷൊർണൂർ ടൗണിൽ നിന്ന് ആരംഭിച്ച മാർച്ച് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ ഷൊർണൂർ MLA P. മമ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ഇവരുടെ അധികാരത്തിൽ വന്നതിന് ശേഷം 7ാമത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. അതൊക്കെ ഒരു ക്രെഡിറ്റാണ്. ഞാനൊരു 7 ബഡ്ജറ്റ് അവതരിപ്പിച്ചു. സമ്പൂർണ്ണ ബഡ്ജറ്റ്. ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം 73 സമ്പൂർണ്ണ ബഡ്ജറ്റുകളാണ് വിവിധങ്ങളായുള്ള കാലത്ത് വിവിധങ്ങളായുള്ള ഗവൺമെന്റുകൾ അവതരിപ്പിച്ചത്. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചതിൻ്റെ ഒരു ക്രെഡിറ്റ് നിർമ്മലാ സീതാരാമന് അവകാശപ്പെട്ടതാണ്. അതിൻ്റെ ഒരു മേനി പറഞ്ഞു നടക്കുകയാണ്. 10 കൊല്ലം കഴിഞ്ഞ് 15ലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്ന BJPയുടെ ഗവൺമെന്റിന്റെ ഭാഗമായിട്ടാണ് അത് നടന്നത്. CPI ഷൊർണൂർ ലോക്കൽ സെക്രട്ടറി KC സോമൻ അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം MR മുരളി സ്വാഗതം പറഞ്ഞു. കോൺഗ്രസ് യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് P. മുഹമ്മദ് റഫീഖ്, ജനതാദൾ ജില്ലാ സെക്രട്ടറി M. ലെനിൻ, NCP പ്രതിനിധി ജയപ്രകാശ്, CPM ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി S. കൃഷ്ണദാസ്, ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് എന്നിവർ പ്രസംഗിച്ചു. CPM ഷൊർണൂർ ലോക്കൽ സെക്രട്ടറി ഇൻചാർജ് ഉണ്ണിനന്ദനൻ നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ ഷൊർണൂർ. കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണനയ്ക്കും ജനവിരുദ്ധ നയങ്ങൾക്കുമെതിരെ LDF ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റി ഒറ്റപ്പാലം ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തി. CPM പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം S. അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു. സാമ്പത്തിക ഉപരോധത്തിനെതിരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റപ്പാലം അസംബ്ലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് സംഘടിപ്പിച്ച മാർച്ചാണ് ഈ
പരിഹരിക്കാൻ പര്യാപ്തമായിട്ടുള്ള രൂപത്തിൽ ലോകത്തെ മുതലാളിത്തത്തെ ഒട്ടും വേദനിപ്പിക്കാതെ തന്നെ, എന്നാൽ ലോകത്ത് സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിലാണ് പട്ടിണിയും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും ഒക്കെ പരിഹരിക്കാൻ വേണ്ടി കഴിയുന്നതെന്ന്. അതുകൊണ്ട് തനിക്കേറെ പ്രിയപ്പെട്ട രാജ്യമായിട്ടുള്ള സോവിയറ്റ് റഷ്യയിൽ പഞ്ചവത്സര പദ്ധതികളെ പകർത്തി, അതോടൊപ്പം തന്നെ മുതലാളിത്ത രാജ്യങ്ങളിലെ ചില വികസന പ്രവർത്തനങ്ങൾ പകർത്തി ഒരു സമ്മിശ്ര സമ്പദ് വ്യവസ്ഥയ്ക്ക് നമ്മുടെ രാജ്യത്ത് രൂപം കൊടുക്കുകയാണ്. CPM ജില്ലാ കമ്മിറ്റി അംഗം M. ഹംസ അധ്യക്ഷത വഹിച്ചു. ശ്രീകൃഷ്ണപുരം ഏരിയ സെക്രട്ടറി K. ജയദേവൻ, CPI ജില്ലാ കമ്മിറ്റി അംഗം മണികണ്ഠൻ പൊറ്റശ്ശേരി, മണ്ഡലം സെക്രട്ടറി MS. പൗലോസ്, കോൺഗ്രസ് S ജില്ലാ പ്രസിഡന്റ് സുനിൽ തെക്കേതിൽ, ജനതാദൾ S ജില്ലാ കമ്മിറ്റി അംഗം ബാലൻ പൊറ്റശ്ശേരി, INL ജില്ലാ ജനറൽ സെക്രട്ടറി PV. ബഷീർ, RJD മണ്ഡലം പ്രസിഡന്റ് ബാബു മൊയ്തീൻകുട്ടി, NCP ജില്ലാ കമ്മിറ്റി അംഗം T. ഇബ്രാഹിം എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കേന്ദ്ര അവഗണനയ്ക്കെതിരെ പട്ടാമ്പിയിൽ LDF നടത്തിയ BSNL ഓഫീസ് മാർച്ചിൽ പ്രതിഷേധമിരമ്പി. BJPയുടെ അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരോധമാണ് കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള നിഷേധാത്മക നിലപാടിന്റെ പ്രധാന കാരണമെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത K. ശാന്തകുമാരി MLA പറഞ്ഞു. പട്ടാമ്പി പഴയ KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ചിൽ നിരവധി പേർ അണിനിരന്നു. BSNL ഓഫീസിനു മുന്നിൽ മാർച്ച് പോലീസ് തടഞ്ഞു. കേന്ദ്ര ബജറ്റിൽ കേരളത്തോടുള്ള നിഷേധാത്മക നിലപാടിനെതിരെയും വയനാട് പുനരധിവാസ ഫണ്ട് നിഷേധിക്കുന്ന നിലപാടിനെതിരെയും പ്രതിഷേധിച്ചാണ് LDFന്റെ നേതൃത്വത്തിൽ പട്ടാമ്പി BSNL ഓഫീസിലേക്ക് മാർച്ചും തുടർന്ന് ധർണയും സംഘടിപ്പിച്ചത്. ധർണ CPM സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് K. ശാന്തകുമാരി MLA ഉദ്ഘാടനം ചെയ്തു. സാമ്പത്തിക ഉപരോധവും രാഷ്ട്രീയ വിരോധവുമാണ് കേന്ദ്രം കേരളത്തോട് കാണിക്കുന്നതെന്നും കേരളത്തിലെ തുടർച്ചയായ ഭരണം BJP സർക്കാരിന് അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരോധമാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്നും K. ശാന്തകുമാരി പറഞ്ഞു. സംസ്ഥാനങ്ങളോട്, പ്രത്യേകിച്ചും BJP ഇതര സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന സാമ്പത്തിക ഉപരോധവും രാഷ്ട്രീയ വിരോധവും ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭരിക്കേണ്ടതായിട്ടുള്ള യൂണിയൻ ഗവൺമെന്റ് തികച്ചും രാഷ്ട്രീയ വിരോധം തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ഇടപെടലാണ് BJP സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന. വിശേഷിയ കേരളത്തിനോട് തികച്ചും ശത്രുതാ മനോഭാവത്തോടുകൂടി യൂണിയൻ ഗവൺമെന്റ്, BJP നേതൃത്വം കൊടുക്കുന്ന യൂണിയൻ ഗവൺമെന്റ് നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. CPI നേതാവ് OK സൈതലവി അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ സെക്രട്ടറി T. ഗോപാലകൃഷ്ണൻ, NP വിനയകുമാർ, TK നാരായണദാസ്, P. സുന്ദരൻ, അബ്ദുറഹ്മാൻ, അഷ്റഫ് അലി വല്ലപ്പുഴ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. സംസ്ഥാനത്ത് ഭരണ സംവിധാനത്തിന്റെ സംരക്ഷണം ലഭിക്കുന്നതാണ് ലഹരി മാഫിയയ്ക്ക് പ്രചോദനമാകുന്നതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗം MM. ഹമീദ് പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ തൃണമൂൽ കോൺഗ്രസ് സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ പോരാട്ടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MM. ഹമീദ്. സംസ്ഥാനത്ത് ലഹരി വ്യാപനം തടയുന്നതിൽ സർക്കാരും സർക്കാർ സംവിധാനങ്ങളായ പോലീസും എക്സൈസും തികഞ്ഞ പരാജയമാണെന്നും MM. ഹമീദ് കുറ്റപ്പെടുത്തി. സർക്കാരിന്റെ തെറ്റായ രീതികളാണ് ലഹരി വ്യാപനത്തിന് ഇടയാക്കിയത്. ലഹരി പ്രതിരോധത്തിൽ രാഷ്ട്രീയമല്ല ഐക്യമാണ് വേണ്ടതെന്നും MM. ഹമീദ് പറഞ്ഞു. ചർച്ച ചെയ്യപ്പെടുന്നതും ചർച്ച ചെയ്യപ്പെടേണ്ടതുമായിട്ടുള്ള വിഷയമാണ്. അവിടെ ധാരാളം സ്ത്രീകളിവിടെ പങ്കെടുക്കും. ഇനി ഏറ്റവും വലിയ ദുരന്തം അനുഭവിക്കുന്ന വലിയൊരു വിഭാഗമാണ് നമ്മുടെ സഹോദരിമാർ നമ്മുടെ കേരളത്തിൽ. ഇഷ്ടംപോലെ ലഹരി വസ്തുക്കൾ ലഭ്യമാകുന്ന ഒരു സംസ്ഥാനമായി നമ്മുടെ കേരളം മാറി എന്നുള്ളതാണ് നമ്മൾ കാണുന്ന ഏറ്റവും വലിയ ഇന്നത്തെ കേരളത്തിൻ്റെ അവസ്ഥ. എത്ര വേണമെങ്കിലും ഇവിടെ ലഹരി ലഭ്യമാകും. എങ്ങനെ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും അത് കിട്ടാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഭൗതികമായ അവസരങ്ങളും നമുക്ക് ഇന്ന് കേരള സംസ്ഥാനത്തിലുണ്ട് എന്നുള്ളതാണ് വസ്തുത. തൃണമൂൽ കോൺഗ്രസ് ജില്ലാ കോർഡിനേറ്റർ സാഫ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ബേബി ബാസ്റ്റിൻ, സ്വാലിഹ്,
ഗോപിനാഥൻ, ഷാക്കീർ ബാഘവി, ബാദുഷ മൗലവി, മഹിളാ ചീഫ് കോർഡിനേറ്റർ ഷൈബ മുരളീദാസ്, PH അൻവർ, ബാപ്പുട്ടി മണ്ണാർക്കാട്, സാബിറ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഡെസ്കിൽ നിന്നും മറ്റൊരു വാർത്ത. വാടനാകുരിശി വില്ലേജ് ഓഫീസിന് സമീപം സ്വകാര്യ ബസ് ടോറസ് ലോറിയുടെ പിറകിലിടിച്ച് യാത്രക്കാർക്ക് നിസ്സാര പരിക്കേറ്റു. വൈകുന്നേരം 5:00 അപകടം. പരിക്ക് ഗുരുതരമല്ല. ബസിന്റെ മുൻ സീറ്റുകളിലിരുന്ന സ്ത്രീകൾക്കാണ് പരിക്കേറ്റത്. മഴയിൽ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകട കാരണമെന്ന് കരുതുന്നു. ന്യൂസ് ഡെസ്ക് STV. ലഹരിക്കെതിരെ പരുതൂരിൽ ഡിവൈഎഫ്ഐ ജനകീയ മനുഷ്യച്ചങ്ങല തീർത്തു. ലഹരിക്കെതിരെ സർക്കാർ സംവിധാനങ്ങൾ അതീവ ജാഗ്രതയിലാണെന്ന് ലഹരി വിരുദ്ധ യോഗം ഉദ്ഘാടനം ചെയ്ത SFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി PM ആർഷു പറഞ്ഞു. ഡിവൈഎഫ്ഐ പരുതൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ലഹരിക്കെതിരെ മനുഷ്യച്ചങ്ങല തീർത്തത്. ലഹരിക്കും ഹിംസയ്ക്കുമെതിരെ എന്ന മുദ്രാവാക്യമുയർത്തിയായിരുന്നു ജനകീയ മനുഷ്യച്ചങ്ങല. കൊടിക്കുന്ന് സെന്ററിൽ യുവാക്കളടക്കം നൂറുകണക്കിന് ആളുകൾ ചങ്ങലയിൽ കണ്ണികളായി. മാറ്റാനും നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാനാവണം. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരെയും വിതരണം ചെയ്യുന്നവരെയും ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി MK വിഷ്ണു ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് നടന്ന യോഗം SFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി PM ആർഷോ ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരെ സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കുന്നുണ്ടെന്നും ജനകീയ ഇടപെടൽ കൂടി ഇക്കാര്യത്തിൽ ആവശ്യമാണെന്നും PM ആർഷോ പറഞ്ഞു. ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് VP കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി AN നീരജ്, CPM പരുതൂർ ലോക്കൽ സെക്രട്ടറി PK ചെല്ലുകുട്ടി, മേഖലാ കമ്മിറ്റി അംഗം PP അഭിരാം എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ അണിചേർന്ന് മാധ്യമപ്രവർത്തകർ. പാലക്കാട് പ്രസ് ക്ലബ് സംഘടിപ്പിച്ച കവചമാകാം ലഹരിക്കെതിരെ ലഹരി വിരുദ്ധ കൂട്ടായ്മ കരുണ മെഡിക്കൽ കോളേജ് സെക്രട്ടറി PP ഉണ്ണീൻകുട്ടി മൗലവി ഉദ്ഘാടനം ചെയ്തു. മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ബോധവും ബുദ്ധിയും തിരിച്ചറിവുമുള്ളവരാണ് മനുഷ്യരെന്ന് PP ഉണ്ണീൻകുട്ടി ചൂണ്ടിക്കാട്ടി. പ്രതികരിക്കാനും പ്രതിരോധിക്കാനും തരണം ചെയ്യാനുമുള്ള കഴിവും മനുഷ്യനുണ്ട്. മനുഷ്യന്റെ സർഗാത്മക ശേഷികളെ നശിപ്പിക്കുന്നതാണ് ലഹരി ഉപയോഗം. ലഹരി മുക്ത രാജ്യമെന്ന മഹാത്മാജിയുടെ സ്വപ്നം 75 വർഷം പിന്നിടുമ്പോഴും യാഥാർത്ഥ്യമായില്ല. നികുതിയിലൂടെ വരുമാന വർധനവ് ലക്ഷ്യം വയ്ക്കുന്ന ഭരണകൂടങ്ങൾ ലഹരിക്കും മദ്യത്തിനും അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഈ നിലപാടിൽ മാറ്റം വേണമെന്ന് ഉണ്ണീൻകുട്ടി മൗലവി പറഞ്ഞു. ലഹരിമുക്തമായ ഒരു ഭാരതം, ലഹരിമുക്തമായ ഒരു കേരളം വളർത്തിയെടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കാൻ കഴിയുക ആദരണീയരായ നമ്മുടെ ഭരണകൂടങ്ങൾക്കാണ്. ആ ഭരണകൂടങ്ങളുടെ വരുമാനത്തിൻ്റെ മാർഗങ്ങളിലൊന്നാണ് ഈ ലഹരി വസ്തുക്കളുടെ മുഖേന ലഭിക്കുന്ന വരുമാനം നമുക്കറിയാം. അതൊരു രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി രാജ്യത്തിൻ്റെ ഭരണകൂടത്തിന് പൗരന്മാരുടെ സഹായവും സഹകരണം തന്നെയാണ് അടിസ്ഥാനപരമായിട്ടുള്ളത്. അത് മറ്റു സാധനങ്ങളിൽ 1% കൂട്ടിയിട്ട് ഈ ബാറിൽ നിന്നും ലഹരി വസ്തുക്കളുടെ വിൽപ്പനയിൽ നിന്നുമൊക്കെ കിട്ടുന്ന നികുതി രാജ്യത്തിന് വേണ്ട, രാജ്യത്തെ പൗരന്മാർ സുരക്ഷിതമായാലല്ലേ രാജ്യമുള്ളൂ എന്ന താത്വികമായ സംഗതി ആദരണീയരായ നമ്മുടെ ഭരണകൂടങ്ങൾ അംഗീകരിക്കുകയും അത് പ്രയോഗത്തിൽ വരുത്താൻ ഒരു കഠിന യത്നത്തിന് മുന്നേറുകയും ചെയ്യാതെ നമ്മുടെ രാജ്യത്ത് നിന്ന് ഈ വിപത്ത് തുടച്ചു നീക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 1.5 മിനിറ്റിൽ ഒരു ആത്മഹത്യ എന്ന രീതിയിലേക്ക് എത്തിച്ചത് ലഹരി ഉപയോഗമാണെന്ന് വിഷയം അവതരിപ്പിച്ച എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ Y ഷിബു ചൂണ്ടിക്കാട്ടി. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് നോബൽ ജോസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ശ്രീനേഷ്, രമേശ് എഴുത്തച്ഛൻ, മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ലഹരി സമൂഹത്തെയാകെ ബാധിക്കുന്ന പ്രശ്നമാണെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. ലഹരിക്കെതിരായ പോരാട്ടത്തിന് സംസ്ഥാന സർക്കാർ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ഒരു വിഭാഗം ആശാവർക്കർമാർ നടത്തുന്ന സമരം കാര്യങ്ങൾ വേണ്ട രീതിയിൽ മനസ്സിലാക്കാതെയാണെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. ലഹരിക്കെതിരെ ഫലപ്രദമായ ബോധവൽക്കരണം അനിവാര്യമാണെന്ന് TP രാമകൃഷ്ണൻ പറഞ്ഞു. സർക്കാർ ലഹരിക്കെതിരെ പ്രചരണം നടത്തുന്നുണ്ട്. ഉദാഹരണമാണ് വിമുക്തി കേന്ദ്രം. ലഹരിക്കെതിരായ പ്രചരണത്തിന് സർക്കാർ മുഖ്യ പരിഗണനയാണ് നൽകുന്നത്. ലഹരിക്കെതിരെ നിലപാടുള്ള പാർട്ടിയാണ് CPM എന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു.
മദ്യത്തിൻ്റെ വില ഉയർന്നിട്ടും ആളുകൾ വാങ്ങുന്നുണ്ട്. സ്പിരിറ്റ് നിർമ്മാണശാല വരുന്നത് സർക്കാരിൻ്റെ ചെലവ് കുറയ്ക്കാനാണ്. മദ്യനിർമ്മാണശാല വിനോദസഞ്ചാരികൾക്കു കൂടി വേണ്ടിയാണെന്നും വിനോദസഞ്ചാരികൾ എത്തണമെങ്കിൽ ബാർ ഹോട്ടൽ വേണമെന്നും ടി.പി. രാമകൃഷ്ണൻ ചൂണ്ടിക്കാട്ടി. ഇക്കാര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് മദ്യം ഇവിടെ നിർമ്മിക്കുന്നത്. മദ്യം നിർമ്മിച്ചാൽ സർക്കാരിൻ്റെ വരുമാനം കൂടും. മദ്യത്തിന് വില കുറയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ബന്ധപ്പെട്ടല്ല നിൽക്കുന്നത്. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എത്ര ബാർ ഹോട്ടലുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ 5 സ്റ്റാർ ഹോട്ടലുകൾ പ്രവർത്തിക്കുന്നത് കേരളത്തിൽ. അപ്പൊ ഈ 5 സ്റ്റാർ ഹോട്ടലുകൾ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ബാർ വേണം. ടൂറിസ്റ്റുകളെ ആകർഷിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരം സംവിധാനം വേണം. അപ്പം ഇതിന് മദ്യം വേണ്ടേ? ആ മദ്യം എല്ലാം പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്നോ വിദേശത്തു നിന്നോ ഇറക്കുമതി ചെയ്താൽ മതി എന്ന് വാശി പിടിക്കേണ്ട കാര്യമില്ല. ഇവിടെ ഉപയോഗിക്കുന്നവർക്ക് മദ്യം നൽകുന്നതിന് വേണ്ടി ഇവിടെ ഉത്പാദിപ്പിക്കണം. ഉത്പാദിപ്പിച്ചു കഴിഞ്ഞാൽ കേരളത്തിന്റെ വരുമാനം വർദ്ധിക്കും, തൊഴിലും വർദ്ധിക്കും. അത് ആ നിലയിലാണ് കണ്ടത്. അതിന്റെ അർത്ഥം മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതല്ല. നിലവിലെ മനുഷ്യന്റെ ഉത്ഭവം മുതൽ ലഹരിയുടെ ഉപയോഗം ഉണ്ട് എന്നാണ് ചരിത്രം പറയുന്നത്. അത് യാഥാർത്ഥ്യമാണ്. അപ്പൊ അതുകൊണ്ട് ഉപയോഗിക്കുന്നവർ ഉപയോഗിക്കട്ടെ എന്നുള്ളത് അത് ബോധവൽക്കരണത്തിലൂടെ മാറ്റമില്ല. അതാണ് പാർട്ടിയുടെ നയം. ഉപയോഗിക്കുന്നവർ ഉപയോഗിക്കട്ടെ എന്നുള്ള ആ രീതിയിലല്ല. ഉപയോഗിക്കാതിരിക്കുന്നതിന് വേണ്ടി നല്ല ബോധവൽക്കരണ പ്രവർത്തനം സമൂഹത്തിൽ നടക്കും. അതിനാണ് ഊന്നൽ. അതിനാണ് എല്ലാവരും ചോദിച്ചത്. അങ്ങനെ ബോധവൽക്കരണത്തിന്റെ ഭാഗത്ത് ഞാൻ മദ്യപിക്കുന്ന ആളാണെങ്കിൽ കേന്ദ്ര സർക്കാർ തൊഴിലാളികളെ ദ്രോഹിക്കുകയാണ്. കേരളമെന്ന പദം പോലും ബജറ്റിലില്ല. വയനാട് ദുരിതബാധിതർക്ക് ഒന്നും തന്നില്ല. സ്വകാര്യവൽക്കരണത്തിലേക്കാണ് കേന്ദ്രം പോകുന്നതെന്നും ടി.പി. രാമകൃഷ്ണൻ കുറ്റപ്പെടുത്തി. ഒരു വിഭാഗം ആശാവർക്കർമാരുടെ സമരം കാര്യങ്ങൾ വേണ്ട രീതിയിൽ മനസ്സിലാക്കാതെയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സർക്കാരുമായി ചർച്ച നടത്തി അംഗീകരിച്ച് പിരിഞ്ഞുപോയവരാണ് സമരരംഗത്തുള്ളത്. ആശാവർക്കർമാർക്കൊപ്പമാണ് LDFും CPMും എന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരള കലാമണ്ഡലം റിട്ടയേർഡ് ടീച്ചേഴ്സ് നടത്തിവരുന്ന അനിശ്ചിതകാല സമരം 9ാം ദിവസം പിന്നിടുന്നു. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കലാമണ്ഡലം യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് ഇടത് യൂണിയൻ പ്രകടനവുമായും സമരപ്പന്തലിൽ എത്തി. ഇതിനിടെ സമരപ്പന്തലിൽ വിവിധ കലാപ്രകടനങ്ങൾക്കും വേദിയാകുന്നുണ്ട്. ഔപചാരികമായ ഉദ്ഘാടനം ഇന്ന് വാദ്യോപകരണങ്ങളുടെ തനിയാവർത്തനത്തോടുകൂടി ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങൾ ആദ്യം തന്നെ സൂചിപ്പിച്ചിരുന്നു, ഞങ്ങളുടെ സമരം ആദ്യം വിളംബകാലത്തിൽ, ഇപ്പോൾ 2ാം ഘട്ടം എന്നതിൽ മധ്യമകാലത്തിലേക്കും പ്രവേശിക്കും. മൂന്നാം യൂണിയൻ സെക്രട്ടറി കലാമണ്ഡലം ഹരിനാരായണൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസാരിച്ചു. തുടർന്ന് ചെണ്ടമേളത്തിൽ യൂണിയൻ പ്രസിഡന്റ് കലാമണ്ഡലം M. ഉണ്ണികൃഷ്ണൻ, മൃദംഗത്തിൽ കലാമണ്ഡലം P. കൃഷ്ണകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ വാദ്യത്തനിയാവർത്തനത്തോടെ തുടക്കം കുറിച്ചു. ഗവൺമെന്റിന്റെ അവഗണനയ്ക്കെതിരെ യൂണിയൻ ജനറൽ സെക്രട്ടറി കലാമണ്ഡലം S. ഗോപകുമാറിന്റെ നേതൃത്വത്തിൽ ചിറ്റമചരിതം ഹാസ്യ ഓട്ടംതുള്ളൽ അരങ്ങേറി. പിന്നണിയിൽ ഡോക്ടർ K. സുന്ദരേശൻ, OK. അംബിക, പയ്യന്നൂർ ജഗദീഷ്, വയലാ രാജേന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വരും ദിവസങ്ങളിൽ പന്തലിൽ വേറിട്ട കലാപ്രകടനങ്ങൾ കാഴ്ചവെക്കുമെന്ന് സെക്രട്ടറി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഗൂഗിൾ മാപ്പ് നോക്കി സഞ്ചരിച്ച കാർ പുഴയിൽ വീണു. 5 അംഗ കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഗായത്രി പുഴയ്ക്ക് കുറുകെ കൊണ്ടാഴി തിരുവില്ലാമല പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന എഴുന്നള്ളത്ത് കടവ് തടയണയിൽ കഴിഞ്ഞ രാത്രിയായിരുന്നു അപകടം. മലപ്പുറം കോട്ടക്കൽ സ്വദേശി ബാലകൃഷ്ണൻ, സദാനന്ദൻ, വിശാലാക്ഷി, രുക്മിണി, കൃഷ്ണപ്രസാദ് എന്നിവരാണ് കാറിലുണ്ടായിരുന്നത്. ഇവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കുത്താമ്പുള്ളിയിൽ നിന്ന് കൈത്തറി തുണികളും മറ്റും വാങ്ങി വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് അപകടം. തിരുവല്ലോമല ഭാഗത്തു നിന്ന് പുഴയിലെ തടയണയിലേക്ക് ഇറങ്ങിയ ഉടൻ ദിശ തെറ്റി പുഴയിൽ അകപ്പെടുകയായിരുന്നു. ഒപ്പം മറ്റൊരു കാറിലുണ്ടായിരുന്ന ബന്ധുക്കളും അപകടം കണ്ട ഓടിക്കൂടിയ നാട്ടുകാരും ചേർന്നാണ് പുഴയിൽ അകപ്പെട്ടവരെ രക്ഷപ്പെടുത്തിയത്.
കാർ വീണ ഭാഗത്ത് പുഴയിൽ 5 അടിയോളം മാത്രമേ വെള്ളമുണ്ടായിരുന്നുള്ളൂ എന്നതും അപകടത്തിൻ്റെ വ്യാപ്തി കുറച്ചു. കരയിൽ നിന്ന് ഏകദേശം 30 മീറ്ററോളം ദൂരത്തിലാണ് കാർ പതിച്ചത്. അപകട വിവരമറിഞ്ഞ് പഴയന്നൂർ പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. നേരത്തെയും ഈ ഭാഗത്ത് ഇത്തരം അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കോട്ടായിൽ നിയന്ത്രണം വിട്ട കാർ ടെലിഫോൺ പോസ്റ്റിൽ ഇടിച്ച് തകർന്നു. കോട്ടായി കുഴൽമന്നം പ്രധാന പാതയിൽ മേജർ റോഡ് മുസ്ലിം പള്ളിക്ക് സമീപമാണ് അപകടം. മേജർ റോഡ് അബ്ദുറഹ്മാന്റെ ഉടമസ്ഥതയിലുള്ള കാറാണ് ടെലിഫോൺ പോസ്റ്റിൽ ഇടിച്ച് തകർന്നത്. കനത്ത മഴയെ തുടർന്ന് മറ്റൊരു വാഹനം കാറിന്റെ പിന്നിൽ ഇടിച്ചതാണ് അപകട കാരണമെന്ന് പറയുന്നു. കൊപ്പം വിളത്തൂരിൽ ഇടിമിന്നലിൽ തീപിടിച്ച് കിടക്ക കമ്പനി കത്തിനശിച്ചു. ഞായറാഴ്ച രാത്രി 8 മണിയോടെയാണ് സംഭവം. ലക്ഷങ്ങളുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. തിരുവേഗപ്പുറ വിളത്തൂർ റോഡിനോട് ചേർന്ന് വിളത്തൂരിൽ പ്രവർത്തിക്കുന്ന ഡോഫോർട്ട് കമ്പനിയാണ് കത്തിനശിച്ചത്. ശക്തമായ മഴയും മിന്നലുമുണ്ടായ സമയത്താണ് കമ്പനിയിൽ തീ ആളിപ്പടർന്നത്. കമ്പനി പൂർണ്ണമായും കത്തിനശിച്ചു. ആളുകൾക്ക് അടുക്കാൻ പോലും കഴിയാത്ത തീവ്രതയിലാണ് തീ പടർന്നത്. പട്ടാമ്പിയിൽ നിന്ന് 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. തീയണയ്ക്കാൻ മണിക്കൂറുകളോളം പണിപ്പെടേണ്ടി വന്നു. ഞായറാഴ്ചയായതുകൊണ്ട് കമ്പനിയിൽ പണിക്കാർ ഉണ്ടായിരുന്നില്ല. ഇതുകൊണ്ട് തന്നെ ആളപായം ഒഴിവായി. ലക്ഷങ്ങളുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. പോലീസും ജനപ്രതിനിധികളും നാട്ടുകാരും ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾ സംഭവസ്ഥലത്തെത്തി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ പരിപാലനം ഇനി ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ മെക്കാനിക്കൽ ഡിപ്പോയിൽ. തിരുവനന്തപുരം മംഗലാപുരം വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് സാങ്കേതിക പരിപാലനത്തിനായി ഷൊർണൂരിലെത്തിച്ചത്. 8 കോച്ചുകൾ അടങ്ങിയ തിരുവനന്തപുരം മംഗലാപുരം വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് ഷൊർണൂരിലെത്തിച്ചത്. 2 ആഴ്ചയെടുത്താണ് എല്ലാ സാങ്കേതിക പരിപാലനവും പ്രധാന സുരക്ഷാ പരിശോധനകളും ഷൊർണൂരിലെ മെക്കാനിക്കൽ വിഭാഗം നടത്തുക. 18 മാസത്തിലൊരിക്കൽ ചെയ്യേണ്ട പരിപാലനമാണ് ഷൊർണൂരിൽ ചെയ്യുന്നത്. ട്രിപ്പ് നടപ്പാക്കാനുള്ള പദ്ധതികൾ മംഗലാപുരത്ത് നിന്നാണെങ്കിലും പരിപാലനം ഷൊർണൂരിലായിരിക്കും. സീറ്റുകൾ, ശൗചാലയങ്ങൾ, കർട്ടനുകൾ, സ്റ്റീൽ ഭാഗങ്ങൾ തുടങ്ങിയവയെല്ലാം ശുചീകരിക്കും. ബോഗികൾ മാറ്റിയും ചക്രങ്ങൾ അഴിച്ചും പരിശോധിക്കും. ചക്രവും ബോഗികളും ചെന്നൈ ആസ്ഥാനമായുള്ള ലോക്കോ വർക്ക് കേന്ദ്രത്തിലെത്തിച്ച് തകരാറുണ്ടെങ്കിൽ പരിഹരിച്ച് റോഡ് മാർഗം തിരിച്ച് ഷൊർണൂരിലെത്തിക്കും. ഷൊർണൂർ മെക്കാനിക്കൽ വിഭാഗത്തിലെ പ്രത്യേക പരിശീലനം നേടിയ 12 ജീവനക്കാരെയാണ് പരിപാലനത്തിന് ചുമതലപ്പെടുത്തിയത്. പരിപാലനം കഴിഞ്ഞ് 3 മാസം സർവീസ് നടത്തിയ ശേഷം അടുത്ത വന്ദേ ഭാരതും ഷൊർണൂരിൽ പരിപാലനത്തിന് എത്തിച്ചേക്കും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പൗരാണിക ഗ്രന്ഥങ്ങളിൽ ജാതിയും വർണ്ണവും വിശ്വാസവും തേടിപ്പോയത് അപജയത്തിനിടയാക്കിയെന്ന് പ്രഭാഷകൻ സുനിൽ പി ഇളയിടം. പാലക്കാട് വിക്ടോറിയ കോളേജിലെ മലയാള ഗവേഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത ശേഷം സാഹിത്യത്തിലെ ജനമൂല്യം എന്ന വിഷയം അവതരിപ്പിക്കുകയായിരുന്നു സുനിൽ പി ഇളയിടം. മനുഷ്യരിൽ ഉത്ഭവിക്കേണ്ട മൂല്യങ്ങളുടെ ഉയിർപ്പായിരുന്നു പൗരാണിക ഗ്രന്ഥങ്ങളിൽ ഉണ്ടായിരുന്നതെന്നും സുനിൽ പി ഇളയിടം പറഞ്ഞു. ജ്ഞാനപ്പാന ഉൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങൾ മനുഷ്യകുലത്തിൻ്റെ വഴികാട്ടിയായിരുന്നു. എന്നാൽ ജന്മിത്വബോധം വർഗത്തിനും വർണ്ണത്തിനും വേണ്ടി വിവരിച്ചു. ആശയങ്ങളെ സമൂഹത്തിനോട് ചേർക്കുന്നതിന് പകരം ഭക്തിയോട് ചേർക്കാനുള്ള കുൽസിത ശ്രമം നടന്നു. ഇതിനെയെല്ലാം അതിജീവിച്ചാണ് കേരളത്തിൽ നവോത്ഥാന ശിലകൾ പാകിയത്. ഇന്ന് പൗരാണിക മാടമ്പിത്വത്തിലേക്ക് തിരിച്ചു നടത്താനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഇതിനെ പ്രതിരോധിക്കാനും പ്രതിഷേധിക്കാനും കഴിയണമെന്നും സുനിൽ പി ഇളയിടം പറഞ്ഞു. ഈ ചോദ്യം അങ്ങോട്ട് ചോദിച്ചാൽ സാഹിത്യം കുറച്ച് പ്രോബ്ലമാറ്റിക് ആവും. ഇത് സാഹിത്യത്തിൽ മാത്രമല്ല കേട്ടോ. ഇപ്പൊ നമ്മൾ കല എന്ന് പറയുന്നതിൽ ഇതുണ്ട്. ചിത്രകല, എടക്കൽ ഗുഹാചിത്രങ്ങൾ, കളമെഴുത്തിന്റെ ഭാഗമായിട്ട് വരയ്ക്കുന്ന ധൂളി ചിത്രങ്ങൾ, കഥകളിയിലും മറ്റുമുള്ള മുഖത്തെഴുത്ത്, അമ്പലച്ചുവരിലെയും പള്ളിച്ചുവരിലെയും ചുമർചിത്രങ്ങൾ, ക്യാൻവാസിൽ വരച്ച എണ്ണച്ചായത്തിലും ജലച്ചായത്തിലും വരച്ച ചിത്രങ്ങൾ, ഇവയൊക്കെ ഒരേ താല്പര്യത്തോടെ കല എന്ന നിലയിൽ വരയ്ക്കപ്പെട്ടതാണ്. രവിവർമ്മ ഹംസദമയന്തി വരച്ച അതേ പ്രേരണയിലാണോ ധൂളി ചിത്രം വരയ്ക്കുന്നത്? അതോ അല്ലെങ്കിൽ രവിവർമ്മ വരച്ച പ്രേരണയാണോ ഗുഹാഭിത്തിയിൽ വരച്ച ചിത്രത്തിലുള്ളത്? ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചിത്രത്തിൻ്റെയോ ഒരു കലാവസ്തുവിൻ്റെയോ ഒരു സാഹിത്യരചന എന്ന് നാം വിളിക്കുന്ന ഭാഷാ സ്വരൂപത്തിൻ്റെയോ സൂക്ഷ്മ പ്രകൃതത്തിലേക്ക് നോക്കിയാൽ അവയ്ക്കിടയിൽ ധാരാളം വൈജാത്യങ്ങളുണ്ടാവും. അവയൊന്നും ഒരേ താല്പര്യങ്ങളോട് രചിക്കപ്പെട്ടതല്ല. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ ഉദാഹരണത്തിലേക്ക് ഒന്നുകൂടി വരാം. പൂന്താനം എഴുതിയത് സാഹിത്യമായിട്ടല്ല,
എന്നാലും ഞാനപ്പാൻ എഴുതുന്നത് ഭക്തിയല്ല. പ്രിൻസിപ്പാൾ ഡോക്ടർ SL സിന്ധു അധ്യക്ഷത വഹിച്ചു. മലയാള വിഭാഗം അധ്യക്ഷ AP ശ്രീകല, ഡോക്ടർ റീന മേരി, PR സുഷമകുമാരി, K അഗ്നി ആഷിഖ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പട്ടാമ്പി ഓർച്ചാർഡ് നവീകരണത്തിന് ഭരണാനുമതി. 5 കോടിയുടെ പദ്ധതിക്കാണ് ഭരണാനുമതി ലഭിച്ചത്. സംസ്ഥാന ബജറ്റിൽ പദ്ധതിക്കായി 20% തുക അനുവദിച്ചിരുന്നു. 2024-2025 സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പട്ടാമ്പി സെൻട്രൽ ഓർച്ചാർഡ് നവീകരണ പദ്ധതിക്കാണ് ഭരണാനുമതിയായത്. 5 കോടിയുടെ പദ്ധതികൾക്കാണ് ഭരണാനുമതി ലഭിച്ചിട്ടുള്ളത്. സംസ്ഥാന ബജറ്റിൽ പദ്ധതിക്കായി 20% തുക അനുവദിച്ചിരുന്നു. കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് പദ്ധതിയുടെ ചുമതല നൽകിയിട്ടുള്ളത്. പട്ടാമ്പി മേഖലയിൽ മാത്രമല്ല, പാലക്കാട് ജില്ലയിലെ വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും മെച്ചപ്പെട്ട വിത്തുകൾക്കും നടീൽ വസ്തുക്കൾക്കുമായി സമീപിച്ചിരുന്ന സ്ഥാപനമായിരുന്നു 60കളിൽ സ്ഥാപിതമായ കാർഷിക വകുപ്പിന് കീഴിലുള്ള ഓർച്ചാർഡ്. വിവിധങ്ങളായ കാരണങ്ങളാൽ അവഗണന നേരിട്ട സ്ഥാപനത്തെ പഴയ പ്രതാപത്തിലേക്ക് ഉയർത്തുകയും മെച്ചപ്പെട്ട സൗകര്യങ്ങളൊരുക്കി സ്ഥാപനത്തെ പാലക്കാട് ജില്ലയിൽ മാത്രമല്ല സമീപ ജില്ലയിലുള്ള കർഷകർക്ക് കൂടി പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് നവീകരണത്തിൻ്റെ ലക്ഷ്യം. പട്ടാമ്പി MLAയുടെ നേതൃത്വത്തിലാണ് ബൃഹത് പദ്ധതിക്ക് രൂപം നൽകിയിട്ടുള്ളത്. നൂതന കാർഷിക രീതികൾ കൃഷിക്കാരിൽ എത്തിക്കുക എന്നതും പദ്ധതിയുടെ ലക്ഷ്യമാണ്. ഫാം സ്കൂൾ പദ്ധതിയും കാർഷിക രംഗത്തെ ടൂറിസവുമായി ബന്ധപ്പെടുത്തി ആവിഷ്കരിക്കുന്ന ഫാം ടൂറിസം പദ്ധതിയും ഇതിന്റെ ഭാഗമായി തന്നെ ഓർച്ചാർഡിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതായി മുഹമ്മദ് മോഹസിൻ MLA അറിയിച്ചു. കാർഷിക മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി 2024-25 ബഡ്ജറ്റിൽ നമ്മുടെ ഗവൺമെന്റ് പ്രഖ്യാപിച്ച പ്രധാനപ്പെട്ട പദ്ധതിയാണ് പട്ടാമ്പി സെൻട്രൽ ഓർച്ചാർഡിന്റെ സമഗ്ര നവീകരണം. അതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം 5 കോടിയാണ് അനുവദിച്ചത്. 20% ബഡ്ജറ്റിൽ വകയിരുത്തിയിരുന്നത്. എന്നാൽ അത് വളരെ വിശദമായി അവിടെ കൃഷി വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം MLAയും ചേർന്നുകൊണ്ട് വിശദമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി അത് ഗവൺമെന്റിലേക്ക് കൊടുത്ത് ഇപ്പോൾ അതിന് അംഗീകാരം കിട്ടി. ഏറ്റവും സന്തോഷമുള്ള വാർത്ത 5 കോടി രൂപയ്ക്ക് ഭരണാനുമതിയായി എന്നുള്ളതാണ്. സെൻട്രൽ ഓർച്ചാർഡ് കൃഷി വകുപ്പിന്റെ കീഴിലുള്ള ഒരു ഫാമാണ്. വളരെ കാലമായി ശോചനീയാവസ്ഥയിലായിരുന്നു. അത് ഏറ്റവും മികച്ച രീതിയിൽ നവീകരിക്കുക മാത്രമല്ല, ഫാം ടൂറിസം സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ടാണ്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വിഷുക്കാലമായതോടെ പാലക്കാട് ജില്ലയിലേക്ക് നിയമവിരുദ്ധമായും അനിയന്ത്രിതമായും പടക്കമെത്തുകയാണെന്ന് ഫയർ വർക്ക്സ് ഡീലേഴ്സ് അസോസിയേഷൻ. സുപ്രീം കോടതി, ഹൈക്കോടതി ഉത്തരവുകളുടെ നഗ്നമായ ലംഘനം നടന്നിട്ടും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് അസോസിയേഷൻ ചെയർമാൻ EK ശെൽവകുമാർ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ശിവകാശി ഉൾപ്പെടെ പടക്ക നിർമ്മാണ കേന്ദ്രങ്ങളിൽ നിന്ന് അനധികൃതമായി പടക്കമെത്തുന്നുണ്ട്. നിയമം അനുവദിക്കാത്ത ഓൺലൈനിലൂടെയും പടക്ക വ്യാപാരം നടക്കുന്നുണ്ട്. യാതൊരു സുരക്ഷാ മാനദണ്ഡവുമില്ലാതെ വഴിയോര കച്ചവടവും നിയമം മൂലം നിരോധിച്ചിട്ടുണ്ട്. അനധികൃത പടക്ക വ്യാപാര മേഖലയിലുണ്ടാവുന്ന ഓരോ അപകടങ്ങൾക്കും പ്രതി ചേർക്കപ്പെടുന്നത് ലൈസൻസോടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് കച്ചവടം ചെയ്യുന്നവരാണ്. പാഴ്സൽ ലോറികൾ, ടൂറിസ്റ്റ് ബസ്സുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെയാണ് കള്ളക്കടത്തിന് ഉപയോഗിക്കുന്നത്. അനധികൃത പടക്ക വ്യാപാരത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും EK ശെൽവകുമാർ ആവശ്യപ്പെട്ടു. ഒട്ടേറെ പടക്ക കച്ചവടങ്ങൾ ഈ സമയത്ത് നടത്തുകയാണ്. നമുക്കറിയാം, ശിവകാശി എന്നായാലും അതുപോലെ തന്നെ ഓൺലൈനിലൂടെയും നിരവധി പടക്കങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഇവിടെ പാതയോരങ്ങളിൽ കച്ചവടം നടത്തുന്ന, അനധികൃതമായി കച്ചവടം നടത്തുന്ന ഒട്ടേറെ കച്ചവടങ്ങളാണ് ഈ മേഖലയിലുണ്ട്. അപ്പോൾ അത് നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് എല്ലാം നമ്മൾ ഉന്നയിക്കുന്നത്. കാരണം ഒരു നിയന്ത്രണവുമില്ലാതെ ഫയറിൻ്റെ ഒരു നിയമങ്ങളും എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ഇതുപോലെയുള്ള ഓൺലൈൻ, അതുപോലെ തന്നെ ശിവകാശി പോലെയുള്ള സ്വകാര്യ ആളുകൾ കൊണ്ടുവരുന്ന പണക്കും നാട്ടിലെത്തിച്ച് ഈ വഴിയോരങ്ങളിലൂടെ കച്ചവടം. അസോസിയേഷൻ പ്രസിഡന്റ് അനിൽ P. വത്സൻ, സെക്രട്ടറി CA ഉണ്ണികൃഷ്ണൻ, ട്രഷറർ A. നസീർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുടുംബശ്രീ ജില്ലാ മിഷന്റെ അർബൻ ഹാർവസ്റ്റ് പദ്ധതിയുടെ ഭാഗമായി ഷൊർണൂർ നഗരസഭയിൽ മട്ടുപാവ് കൃഷി കിറ്റ് വിതരണം നടന്നു. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നതിൽ നിന്ന് മാറി കേരളത്തിൽ തന്നെ ഇത് ഉത്പാദിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു
ഉത്തരവാദിത്വം എന്ന നിലയിലാണ് സർക്കാർ ഇതിനെയെല്ലാം താഴെ തട്ടിലേക്ക് പരിപോഷിപ്പിക്കുന്നതാണ്. ഞാൻ മനസ്സിലാക്കിയിട്ട് 5000 രൂപയുടെ ഒരു പാക്കേജാണ് നിങ്ങൾക്ക് 1250 1250 1500 ഏതാണ്ട് 5000 രൂപ ചെലവ് വരും. സബ്സിഡി നിരക്കിലാണ് ഇതിവിടെ നമുക്ക് തരുന്നത്. സ്വാഭാവികമായിട്ട് ഈ സബ്സിഡി നിരക്കിൽ തരുമ്പോൾ നമുക്കൊരു വിലയില്ലാത്ത പോലെ തോന്നും. നമുക്ക് 5000 രൂപ സാധനം 1250 തന്നെ വരുന്നു. ചടങ്ങിൽ നഗരസഭ വൈസ് ചെയർപേഴ്സൺ പി സിന്ധു അധ്യക്ഷത വഹിച്ചു. CDS ചെയർപേഴ്സൺ VC സിന്ധു സ്വാഗതം പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൗൺസിലർമാർ, CDS ഭരണസമിതി അംഗങ്ങൾ, നഗരസഭാ സെക്രട്ടറി, ജില്ലാ മിഷൻ സ്റ്റാഫുകൾ തുടങ്ങിയവർ പങ്കെടുത്തു. പദ്ധതിയുടെ ഭാഗമായി 50ഓളം കുടുംബശ്രീ പ്രവർത്തകർക്ക് 25 ഗ്രോ ബാഗ്, പച്ചക്കറി തൈകൾ, വിത്തുകൾ, തുള്ളിനന കിറ്റ് എന്നിവ വിതരണം ചെയ്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മുണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡ് പ്ലാസ്റ്റിക് മുക്ത ഹരിത വാർഡായി പ്രഖ്യാപിച്ചു. മുണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MB സജിതയാണ് പ്രഖ്യാപനം നടത്തിയത്. ദീർഘനാളത്തെ പരിശ്രമത്തിനും ശുചീകരണത്തിനും ഒടുവിലാണ് വാർഡിന് ഈ പദവി നേടാനായത്. സ്ഥിരമായി മാലിന്യം തള്ളുന്നവരെ പഞ്ചായത്ത് പിടികൂടി വലിയ പിഴ ഈടാക്കുമെന്നും മാലിന്യം തള്ളുന്നവരെക്കുറിച്ചുള്ള വിവരം മനസ്സിലാക്കിയിട്ടുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് സജിത പറഞ്ഞു. CCTV ക്യാമറകൾ ഉൾപ്പെടെ സ്ഥാപിച്ച് പരിഹാരം കാണാൻ നടപടിയെടുത്തിട്ടുണ്ടെന്നും പ്രസിഡന്റ് പറഞ്ഞു. ആളുകൾ വലിച്ചെറിയുന്നത് അപ്പോൾ മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ജനകീയ ക്യാമ്പയിൻ 3 ദിവസങ്ങളായി ഈ പ്രദേശത്ത് ആളുകളും ഹരിതകർമ്മസേന അംഗങ്ങളും എല്ലാവരും കൂടി ചേർന്ന് ഇവിടെ മാലിന്യമുക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ വീണ്ടും നമുക്കറിയില്ല, ഇനി ഈ റോഡിലൂടെ പോകുന്ന ആളുകൾ നമ്മുടെ പ്രദേശത്തെ ആളുകളല്ല, എവിടുന്നോ വരുന്ന ആളുകൾ തന്നെയാണ്. തീർച്ചയായിട്ടും ഈ വഴിയോരങ്ങൾ നമ്മുടെ പഞ്ചായത്ത് JCB ഉപയോഗിച്ച് ഒരുപാട് വൃത്തിയാക്കുന്നുണ്ട്. പക്ഷെ വൃത്തിയാക്കിയ ശേഷം വീണ്ടും വീണ്ടും വലിച്ചെറിയുന്ന ഒരു പ്രവണതയാണ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ മാലിന്യത്തിൽ നിന്ന് നമുക്ക് ആളുകളുടെ പേരും വിവരങ്ങളും ലഭിച്ചിട്ടുണ്ട്. അതിന് തീർച്ചയായും നടപടി ഉണ്ടാവും. ഇനിയും നമ്മൾ ഒരാഴ്ചക്കാലം ഈ പ്രദേശം സ്ക്വാഡായിട്ട് ഇറങ്ങി പ്രവർത്തിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ചടങ്ങിൽ സുലോചന ഭാസ്കർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി സുനിത പദ്ധതി വിശദീകരിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ സാബു ചെറിയാൻ, 12ാം വാർഡ് അംഗം പ്രശോഭ് എന്നിവർ സംസാരിച്ചു. വാർഡംഗം V ലക്ഷ്മണൻ സ്വാഗതവും ഹരിതകർമ്മസേന പ്രസിഡന്റ് ബീന നന്ദിയും പറഞ്ഞു. ഹരിതസേനാംഗങ്ങൾ, പൊതുപ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകർ എന്നിവരടക്കം നിരവധി പേർ പങ്കെടുത്തു. മുണ്ടൂർ പഞ്ചായത്തിലെ ഹരിത വാർഡായി പ്രഖ്യാപിച്ച ആദ്യ വാർഡ് കൂടിയാണിത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂരിൽ നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സിന്റെ നേതൃത്വത്തിൽ റെയിൽവേ സംരക്ഷണ സേനാംഗങ്ങൾക്കായി പരിശീലനവും ശില്പശാലയും സംഘടിപ്പിച്ചു. ദുരിതമുഖത്തെ കാര്യക്ഷമമായ ഇടപെടൽ ലക്ഷ്യമിട്ടാണ് കമ്മ്യൂണിറ്റി അവയർനെസ് പ്രോഗ്രാമിന്റെ ഭാഗമായി പരിപാടി സംഘടിപ്പിച്ചത്. അരക്കോണം NDRF ടീമിലെ SI ദീപക് ചില്ലാർ, T സനൂജ്, M കാളീശ്വരൻ, P ഗണേഷ് കുമാർ, ഹരീഷ് കുമാർ എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി. അതേപോലെ തന്നെ ഇങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഈസി ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. RPF ഭാഗത്തു നിന്ന് ഷൊർണൂർ RPF SI PV ഹരികുമാർ, SI ഷാജു തോമസ്, SI ബാലസുബ്രഹ്മണ്യൻ തുടങ്ങിയവരാണ് നേതൃത്വം നൽകിയത്. അതായത് നമുക്ക് അവരെ സീറ്റിൽ വെച്ച് തന്നെ CPR കൊടുക്കാൻ പറ്റുമോ, അതോ നിലത്ത് കിടത്തിയിട്ട് നമുക്ക് പറ്റുമോ? റെയിൽവേക്കുള്ളിൽ അത്ര സ്ഥലമുണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല. ഒരാളെ കിടത്തിയിട്ട് നമുക്ക് സൈഡിൽ ഇരുന്നിട്ട് അവർക്ക് CPR കൊടുക്കാൻ പറ്റുന്ന ഒരവസ്ഥ ആ ഒരു ഉണ്ട് തോന്നുന്നില്ല. പക്ഷേ മാക്സിമം നമ്മൾ ചെയ്യാൻ ഏത് സാഹചര്യമാണോ നല്ലത്, അതില്ലെങ്കിൽ നെക്സ്റ്റ് നോക്കാം. നമുക്ക് സീറ്റാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ സീറ്റ് നമ്മൾ എപ്പോഴും ജസ്റ്റിന് നമ്മൾ കംപ്രഷൻ കൊടുക്കുമ്പോൾ സീറ്റ് അറിയാലോ, കുഷ്യനുള്ള സീറ്റായിരിക്കും. നമ്മൾ കൊടുക്കുന്ന പ്രഷർ കുറച്ച് അതിലോട്ട് പോകും. സീറ്റാണ് അമരുക. ജസ്റ്റ് കൂടുതൽ നമ്മളെ ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു പ്രതലത്തിൽ ഒരാളെ കിടത്തി ചെയ്യുന്ന ആ ഒരു എഫക്റ്റ് കിട്ടിയില്ലെങ്കിലും വേറെ വഴിയില്ലെങ്കിൽ നമുക്ക് ആ ഒരു തരത്തിൽ ചെയ്യാം. പിന്നെ പാലക്കാട്, ഷൊർണൂർ, തിരൂർ, കോഴിക്കോട് RPF ഓഫീസ് സ്റ്റാഫും ഓഫീസർമാരും പങ്കെടുത്തു.
രാവിലെ 9:30 മുതൽ 12:30 വരെ ഷൊർണൂർ മയിൽവാഹനം ഓഡിറ്റോറിയത്തിലായിരുന്നു ശില്പശാല. 44 പേരാണ് ശില്പശാലയിൽ പങ്കെടുത്തത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. 2024 കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. വീണയിൽ എ അനന്തപത്മനാഭൻ, നാടകത്തിൽ സേവിയർ പുൽപ്പാട്ട്, നൃത്തത്തിൽ കലാമണ്ഡലം സരസ്വതി എന്നിവർക്കാണ് ഫെലോഷിപ്പ് ലഭിച്ചത്. അക്കാദമി സെക്രട്ടറി കരിവെള്ളൂർ മുരളിയാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. 500,000 രൂപയും ഫലകവും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. 18 പേർക്ക് അക്കാദമി അവാർഡുകളും 22 പേർക്ക് ഗുരുപൂജ പുരസ്കാരവും പ്രഖ്യാപിച്ചു. പുരസ്കാരം നൽകുന്ന തീയതിയും സ്ഥലവും പിന്നീട് അറിയിക്കും. ശാസ്ത്രീയ സംഗീതം വായ്പാട്ടിൽ ചേപ്പാട് എ ഇ വാമനൻ നമ്പൂതിരി, വയലിനിൽ ആവണീശ്വരം വിനു, ചെണ്ടയിൽ തൃക്കരിപ്പൂർ രാമകൃഷ്ണ മാരാർ എന്നിങ്ങനെ 18 പേരാണ് അക്കാദമി പുരസ്കാരത്തിന് അർഹരായത്. കീബോർഡിൽ സ്റ്റീഫൻ ദേവസിക്കും ലളിത സംഗീതത്തിൽ പിന്നണി ഗായിക മിൻമിനിക്കും പുരസ്കാരമുണ്ട്. സാധാരണ 17 പുരസ്കാരങ്ങളാണ് അക്കാദമി പ്രഖ്യാപിക്കാറുള്ളത്. മിമിക്രിയെയും ഉൾപ്പെടുത്തിയാണ് ഇത്തവണ 18 പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. കലാഭവൻ സലീമിനാണ് ആദ്യമായി ഏർപ്പെടുത്തിയ മിമിക്രി പുരസ്കാരം ലഭിച്ചത്. പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, മിമിക്രി അങ്ങനെ ഒരു കലാരൂപമാണോ, അത് അനുകരണ കലയല്ലേ എന്നൊരു ചോദ്യം പലരും ഉന്നയിക്കാറുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അത് സംബന്ധിച്ചൊരു വിശദീകരണമുണ്ട്. ഇപ്പോൾ മിമിക്രി എന്ന് പറഞ്ഞാൽ പഴയ കോഴിയുടെ ശബ്ദവും പൂച്ചയുടെ ശബ്ദവും കാണിക്കുന്ന ഒന്നല്ല, മറിച്ച് ഒരു കാരിക്കേച്ചർ ആക്ടിങ്ങിന്റെ ലെവലിലേക്ക് അത് മാറിയിട്ടുണ്ട്. കോസ്റ്റ്യൂം അവർ ഉപയോഗിക്കുന്നുണ്ട്, ചെറുതെങ്കിലുള്ള കോസ്റ്റ്യൂമുകൾ ഉപയോഗിക്കുന്നുണ്ട്, മൂവ്മെന്റ്സ് അവർ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തിയേറ്ററിന്റെ തന്നെ മറ്റൊരു വിഭാഗമായി അത് മാറുകയാണ്. കാരിക്കേച്ചർ ആക്ടിങ്ങിന്റെ, ഇപ്പൊ ജയരാജ് വാര്യരെ പോലുള്ള കലാകാരന്മാരൊക്കെ അവതരിപ്പിക്കുന്ന കാരിക്കേച്ചറിങ് ഏതാണ്ട് ഇതേ മാതൃക പിന്തുടർന്നതാണ്. ഡോക്ടർ ശ്രീജിത്ത് രമണനും അജിത നമ്പ്യാർക്കും വിജയൻ വി നായർക്കും നാടകത്തിലെ വിവിധ പുരസ്കാരങ്ങൾ ലഭിച്ചു. കൂടാതെ ബാബു നരേന്ദ്രൻ ജി കടയ്ക്കൽ, നടൻ കൊല്ലം തുളസി, കലാഭവൻ നൌഷാദ് എന്നിവരടക്കം 22 പേർക്ക് ഗുരുപൂജ പുരസ്കാരവും ലഭിച്ചു. കേരള സംഗീത നാടക അക്കാദമി ഹാളിൽ ചേർന്ന യോഗത്തിൽ അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കോട്ടായിയിൽ മണിക്കൂറുകൾ നീണ്ട വേനൽ മഴ കാർഷിക മേഖലയിൽ നാശം വിതച്ചു. നെൽകർഷകർക്കാണ് മഴ ഏറെ വിനയായത്. പാകമായ നെല്ല് വെള്ളത്തിൽ വീണുകിടക്കുകയാണ്. ദീർഘനേരം മഴ പെയ്തതിനാൽ വിളവെടുപ്പിന് സമയം വർദ്ധിക്കുമെന്നാണ് കർഷകർ പറയുന്നത്. സമയം അധികരിക്കുന്ന മുറയ്ക്ക് കൊയ്ത്ത് വാടകയും കൂടും. വയലിൽ വെള്ളം നിന്നാൽ വൈക്കോൽ ലഭ്യതയും കുറയുമെന്നും അത് മറ്റൊരു നഷ്ടമാണെന്നും കർഷകർ പറയുന്നു. മണ്ണൂർ കമ്പനിപ്പടിയിൽ അഴിക്കോടൻ രാഘവന്റെ നാമധേയത്തിൽ ജനകീയ വായനശാല പ്രവർത്തനം തുടങ്ങി. അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി MLA ഉദ്ഘാടനം ചെയ്തു. പുതിയ കാലഘട്ടത്ത് മൺമറഞ്ഞു പോയ നേതാക്കളെയും നവോത്ഥാന പ്രവർത്തകരുടെയും ഒക്കെ ഓർമ്മകൾ നമ്മൾ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ വർത്തമാന കാലഘട്ടത്ത് ഏറെ പ്രസക്തമാകുന്നതും ഇത്തരം വായനശാലകളുടെയും സാംസ്കാരിക പ്രവർത്തനങ്ങളുടെയും എല്ലാം ആവശ്യകതയും ചരിത്രത്തെ പിൻപറ്റിക്കൊണ്ടാണ്. ഇത് നമ്മൾ ജീവിക്കുന്ന ഈ ചുറ്റുപാട് ഒരു ഡിജിറ്റൽ എക്സ്പ്ലോഷന്റെ കാലഘട്ടമാണ്. മണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനിത അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് ഉപാധ്യക്ഷൻ OV സ്വാമിനാഥൻ, ബ്ലോക്ക് അംഗം അബ്ദുൽ മുത്തലി, ഷഫീന നജീബ്, ലൈബ്രറി കൗൺസിൽ താലൂക്ക് പ്രസിഡന്റ് P ജിജേഷ്, NS ബ്രിജേഷ്, TR ശശി, SJN നജീബ്, ഗണേശൻ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന പുരസ്കാരം നേടിയ അംഗൻവാടി വർക്കർ ധനലക്ഷ്മിയെയും വായനശാലയ്ക്ക് ഭൂമി വാങ്ങി നൽകിയ PN സജിത് മാസ്റ്ററെയും MBA 3ാം റാങ്ക് കരസ്ഥമാക്കിയ CP അനൂഷയെയും ചെണ്ടവാദ്യം അവതരിപ്പിച്ച വിദ്യാർത്ഥികളെയും ചടങ്ങിൽ MLA ഉപഹാരം നൽകി ആദരിച്ചു. വായനശാല സെക്രട്ടറി N മനോജ് കുമാർ സ്വാഗതവും വായനശാല പ്രസിഡന്റ് P സേതുമാധവൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഓടന്നൂർ ഗവൺമെന്റ് LP സ്കൂൾ ശതാബ്ദി നിറവിൽ. ശതാബ്ദി ആഘോഷങ്ങൾ മാർച്ച് 30 വിവിധ പരിപാടികളോടെ നടക്കും. ആഘോഷ പരിപാടികളുടെ ഭാഗമായി വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു. വിളംബര റാലി ഗ്രാമപഞ്ചായത്ത് അംഗം മാലിനിക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. KSSPU മുൻ സംസ്ഥാന പ്രസിഡന്റായിരുന്ന NKG മേനോനെ പട്ടാമ്പിയിൽ അനുസ്മരിച്ചു. പെൻഷൻ ഭവനിൽ നടന്ന അനുസ്മരണ യോഗം യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം M രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആദ്യത്തെ പ്രസിഡന്റും അതിനുശേഷം 94 കാലഘട്ടത്തിൽ നമ്മുടെ പാലക്കാട്ടുകാരനായ ഈ കൊട്ടത്തുകാരനായ ആമയുടെ ശക്തി കേന്ദ്രമായിട്ടുള്ള NKG മേനോൻ സംസ്ഥാന പ്രസിഡന്റായിട്ട് വരുന്നത്.
LKG മേനോൻ സംസ്ഥാന പ്രസിഡന്റായി. കാരണം എന്താണെന്നറിയോ, ചിത്ര നമ്പൂതിരിപ്പാട് ആ സ്ഥാനം വിട്ടതിന് ശേഷം അദ്ദേഹമാണ് ആ സന്ദർഭത്തിലാണ് നമുക്ക് ശമ്പള പരിഷ്കരണം വന്നിട്ടുണ്ടായിരുന്നത്. ആ സന്ദർഭത്തിൽ നമ്മുടെ ശമ്പള പരിഷ്കരണം വന്നപ്പോൾ ജീവനക്കാർക്ക് കൊടുക്കുകയും പെൻഷൻകാർക്ക് കൊടുക്കാതിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പെൻഷനേഴ്സ് യൂണിയൻ സ്ഥാപക നേതാവും മുൻ സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന NKG മേനോന്റെ 19ാം ചരമവാർഷിക അനുസ്മരണ യോഗമാണ് തിങ്കളാഴ്ച പട്ടാമ്പി പെൻഷൻ ഭവനിൽ സംഘടിപ്പിച്ചത്. ബ്ലോക്ക് പ്രസിഡന്റ് M രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം M രാമചന്ദ്രൻ, AP മുരളീധരൻ, MK രാധ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ബ്ലോക്ക് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ, കരുണാകര മേനോൻ, ബാലചന്ദ്രൻ, സുധാകരൻ മാസ്റ്റർ, അച്യുതൻ മാസ്റ്റർ, അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഷൊർണൂരിൽ ചക്കുന്നത്ത് രാമചന്ദ്രൻ നായർ സാംസ്കാരിക കേന്ദ്രം ജനകീയ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പ്രതിമാസ പരിപാടിയുടെ ഭാഗമായി പട്ടാമ്പി അൽ ഷഹാമ കണ്ണാശുപത്രിയുമായി ചേർന്ന് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റിലാണ് ചക്കുന്നത്ത് രാമചന്ദ്രൻ നായർ സാംസ്കാരിക കേന്ദ്രം ജനകീയ വായനശാല സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. KN അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് സെക്രട്ടറി V രതീഷ്, അൽ ഷഹാമ കണ്ണാശുപത്രി ക്യാമ്പ് കോർഡിനേറ്റർ സാന്ദ്ര എന്നിവർ സംസാരിച്ചു. കേരളത്തിലെ ആദ്യ മാലിന്യമുക്ത നഗരസഭയായി പ്രഖ്യാപിച്ച ഷൊർണൂർ നഗരസഭയ്ക്ക് വായനശാലയുടെ ആദരവ് വായനശാല ഭാരവാഹികളിൽ നിന്ന് നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഏറ്റുവാങ്ങി. വായനശാല സെക്രട്ടറി K വിനോദ് സ്വാഗതവും KP ശങ്കരനാരായണൻ നന്ദിയും പറഞ്ഞു. നേത്രപരിശോധനാ ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിച്ച ഷൊർണൂർ പരുത്തിപ്ര TMSLP സ്കൂൾ വിദ്യാർത്ഥിനി. സ്കൂളിലെ UKG വിദ്യാർത്ഥിനി ഫാത്തിമ സഹ്റയാണ് IBRൽ ഇടം പിടിച്ചത്. 15 അബ്രിവിയേഷൻസ് 29 സെക്കൻഡ് കൊണ്ട് പറഞ്ഞാണ് ഫാത്തിമ ഈ നേട്ടം കൈവരിച്ചത്. പരുത്തിപ്ര പാറമേൽ വീട്ടിൽ മുഹമ്മദ് അലി ഖഫീഫ ദമ്പതികളുടെ മൂന്നാമത്തെ മകളാണ് ഫാത്തിമ സഹ്റ. Graphics Signature Format GPS Global Purchasing System KYC Your Customer PDF Portable Document Format PNG Portable Network Graphics Digital Photography Expert PRL Uniform Nation www. സ്നേഹ സാഹോദര്യത്തിന്റെ സന്ദേശവുമായി കുളപ്പുള്ളി ടൗൺ മസ്ജിദിലെ നോമ്പുതുറ. കക്ഷി രാഷ്ട്രീയ ജാതിമത ഭേദമന്യേ ഒരു നാടിന്റെ ഒത്തുചേരലായി മാറുകയാണ് മസ്ജിദിലെ നോമ്പുതുറ വേള. കുളപ്പുള്ളി ടൗൺ മസ്ജിദിൽ നടന്നുവരുന്ന നോമ്പുതുറ സ്നേഹവും സാഹോദര്യവും വിളിച്ചോതുന്ന ഇഫ്താറായി മാറുകയാണ്. കക്ഷി രാഷ്ട്രീയ ജാതിമത ഭേദമന്യേ നാട്ടുകാരുടെ ഒത്തുചേരൽ വേദിയായി ഇവിടം മാറുന്നു. ഞായറാഴ്ച നടന്ന നോമ്പുതുറയിൽ ഷൊർണൂർ നഗരസഭാ ഹെൽത്ത് വിഭാഗം ഉദ്യോഗസ്ഥരായ മനോജ്, വിലാസ്, കുളപ്പുള്ളി വ്യാപാരി വ്യവസായി പ്രസിഡന്റ് ജയൻ തുടങ്ങിയവർ പങ്കെടുത്തു. നഗരസഭയുടെ ഗ്രീൻ പ്രോട്ടോകോൾ പ്രകാരമാണ് നോമ്പുതുറ നടത്തുന്നത്. സ്നേഹവും സാഹോദര്യവും ഊട്ടിയുറപ്പിക്കുന്ന ഇത്തരം നോമ്പുതുറകൾ കലുഷിതമായ സമൂഹത്തിൽ ഏറെ പ്രതീക്ഷാ നിർഭരമാണ്. സാഹോദര്യത്തിന്റെ സന്ദേശമാണ് ഇഫ്താർ പകരുന്നതെന്ന് കമ്മിറ്റി അംഗങ്ങളും നടത്തിപ്പുകാരുമായ താഹിർ, മുനീർ, മുസ്തഫ എന്നിവർ പറഞ്ഞു. കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യുള്ള ആളുകൾ ഈ ഒരു നോമ്പുതുറയിൽ ഇവിടെ പങ്കാളികളാണ്. നോമ്പ് തുറക്കുമ്പോൾ നമ്മുടെ നോമ്പ് തുറന്നതിന് ശേഷം വയറ് നിറയുന്നത് പോലെ തന്നെയാണ് നമ്മുടെ മനസ്സും നിറയുന്നത്. കാരണം ഒപ്പം ഇരുന്ന് ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചു പോകുമ്പോൾ ആ ഒരു സ്നേഹം പങ്കുവെക്കലോടെ കൂടി വളരെ നല്ല രീതിയിലുള്ള ഒരു ബന്ധം കൂടെ ഇവിടെ സ്ഥാപിക്കാൻ കഴിയാന്നുള്ളതാണ്. ഒരേ ആകാശത്തിന്റെ കീഴിൽ വസിക്കുന്ന നമ്മൾ ഈ നമ്മുടെ സാഹോദര്യം നിലനിർത്തുക എന്നുള്ളതാണ്. ആ ഒരു സാഹോദര്യം ഊട്ടിയുറപ്പിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇവിടുത്തെ ഈ കുളപ്പുള്ളി ടൗൺ മസ്ജിദിലെ ഇഫ്താർ നടന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ടിപ്പർ ഓണേഴ്സ്
അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുണ്ടൂരിൽ ഇഫ്താർ സംഗമം നടത്തി. മുണ്ടൂർ TNS ഹാളിൽ നടന്ന സംഗമം CPM ജില്ലാ കമ്മിറ്റി അംഗം PA ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ ഗുരുവിനെ ഉദ്ധരിച്ച് പറയുമ്പോൾ സ്നേഹമാണ് അതിന്റെ മതമാണ് ക്രിസ്തു മതം, സാഹോദര്യത്തിന്റെ മതമാണ് ഇസ്ലാം മതം. അപ്പോൾ സ്നേഹമില്ലാതെ സാഹോദര്യമില്ല, സാഹോദര്യമില്ലാതെ സ്നേഹമില്ല. അതുകൊണ്ട് ഈ മതത്തിലൊന്നും ഉള്ളടക്കത്തിന്റെ കാര്യത്തിൽ യാതൊരു വ്യത്യാസവുമില്ല. എല്ലാവരുടെയും മോക്ഷമാർഗമാണ് പല മതങ്ങളും പറയണം. അതിന്റെ ധാരകൾ വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ, അതിന്റെ ആശയം ഒന്നാണ്. അതുകൊണ്ട് പല മതസാരവും ഏകം എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചതാണ്. പക്ഷെ അതിൻ്റെയൊക്കെ മേലെ പോയി മതത്തെ അധികാരം പിടിക്കാനുള്ള ഉപാധിയും ഉപകരണവുമായി മാറ്റിയപ്പോൾ ഏറ്റവും വലിയ അശാന്തി അതിൻ്റെ പേരിലാണ് ഉണ്ടാവുന്നത്. പക്ഷെ ആ കാലത്ത് നമ്മൾ ആലോചിക്കേണ്ടത് ഈ സത്യാന്വേഷണത്തിന് വേണ്ടിയാണ് ഒരു സമൂഹം ആകെ ഈ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ജില്ലാ പ്രസിഡന്റ് സുരേഷ് മുണ്ടൂർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഹോക്കി ഇന്ത്യൻ താരം അനിത വിജേഷിനെ ആദരിച്ചു. CPM മുണ്ടൂർ ഏരിയ സെക്രട്ടറി CR സജീവ്, OC ശിവൻ, S നാരായണൻകുട്ടി, രക്ഷാധികാരി V ലക്ഷ്മണൻ, സന്തോഷ് സംഗീതം, VC ദേവദാസ്, അനിത വിജേഷ് എന്നിവർ സംസാരിച്ചു. മുജീബ് റഹ്മാൻ സ്വാഗതവും CK ഭവദാസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മഹിളാ അസോസിയേഷൻ നേതാവും CITU നേതാവുമായിരുന്ന ശ്രീദേവിക്കുട്ടി ടീച്ചറുടെ 7ാമത് അനുസ്മരണ യോഗം മണ്ണൂരിൽ സംഘടിപ്പിച്ചു. CPIM മണ്ണൂർ LC സെക്രട്ടറി OV സ്വാമിനാഥൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. M ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. P സുരേഷ് ബാബു, LC അംഗങ്ങളായ PV പീതാംബരൻ, KA അസീസ്, K സെയ്തലവി, അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITU ഏരിയ സെക്രട്ടറി K ശ്രീദേവി, ജോൺസൺ ജേക്കബ് എന്നിവർ സംസാരിച്ചു. അംഗനവാടി വർക്കേഴ്സ് യൂണിയനിലെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറിയായി അതിൻ്റെ നെടുന്തൂണായി ആ സഖാവ് പ്രവർത്തിച്ചു. ഈ നാട്ടിലെ എല്ലാ വിഭാഗം ആളുകളെയും അംഗനവാടിയിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ ആ പ്രദേശത്തെ മുഴുവൻ ആളുകളുടെയും നേതാവായി അല്ലെങ്കിൽ അവരുടെ എല്ലാം ആശയമായി അവരുടെ വിഷയങ്ങളിൽ ആ സഖാവ് കൃത്യമായി ഇടപെടുന്ന ഒരു സഖാവാണ്. ഒരാളും പരിചയപ്പെട്ട ഒരു ആളും അവർ സ്മരിക്കില്ല, എന്നും ഒരുപാട് നന്മകളുള്ള ഒരുപാട് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒരു കമ്മ്യൂണിസ്റ്റുകാരി എങ്ങനെയാണോ പ്രവർത്തിക്കുന്ന സമൂഹത്തിൽ ആ രീതിയിൽ പ്രവർത്തിച്ച ഒരു സഖാവ് കൂടിയാണ്. മാറ്റുളി 2ാം പിണറായി സർക്കാരിന്റെ കാലാവധി പൂർത്തിയാകാൻ ഇനി 1 വർഷമാണ് അവശേഷിക്കുന്നത്. 1ാം പിണറായി സർക്കാർ ആയിരുന്നു കൂടുതൽ മികച്ചതെന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. നിങ്ങൾ എന്തു കരുതുന്നു? മാറ്റിലേക്ക് ലഭിച്ച പ്രതികരണങ്ങളിലേക്ക്. അതിന് പ്രധാന കാരണം അതിനു മുമ്പുള്ള ഗവൺമെന്റ് വളരെ മോശമായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് 2ാം പിണറായി ഗവൺമെന്റ് മോശമാണ് എന്ന് പറയാൻ കഴിയില്ല. അതുപോലുള്ള ഭരണം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. അതിലും മികച്ച വികസന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു 3 മാസത്തെ ക്ഷേമ പെൻഷന്റെ കുടിശ്ശിക അല്ലാതെ ബാക്കി എല്ലാ കാര്യങ്ങളും എണ്ണിപ്പറഞ്ഞ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം എല്ലാം നിറവേറ്റി വരുന്നുണ്ട് ഈ ഗവൺമെന്റ്. ഇതിന് പ്രധാന കാരണം പിണറായിക്ക് മുമ്പുള്ള ഗവൺമെന്റ് വളരെ മോശമായിരുന്നു. അത് 1ാം പിണറായി സർക്കാർ നല്ല കാര്യങ്ങൾ ചെയ്തപ്പോൾ അത് നല്ലതായി തോന്നി, മികച്ചതായി തോന്നി. 2ാമത്തേത് മികച്ചതല്ല എന്ന് പറയാൻ കഴിയില്ല. 2ാം പിണറായി സർക്കാർ അധികാരമേറ്റെടുത്തതിന് ശേഷം എല്ലാ മേഖലകളിലും സാധാരണ ജനങ്ങൾക്ക് വളരെ ദുരിതം നൽകിയിട്ടുള്ള ഒരു സർക്കാരാണ്. കാരണം പെൻഷനായിക്കോട്ടെ, കർഷകരുടെ ആനുകൂല്യങ്ങളായിക്കോട്ടെ, ഏത് മേഖല എടുത്തു കഴിഞ്ഞാലും വൻപൻ പരാജയം തന്നെയാണ് 2ാം പിണറായി സർക്കാർ. കാരണം കർഷകർക്കൊക്കെ ഇതുപോലെ കണ്ണീര് കുടിച്ചിട്ടുള്ള ഒരു കാലം കേരളത്തിൽ ഉണ്ടായിട്ടേ ഇല്ല. അത്രമാത്രം കർഷക ദുരിതമാണ്. കർഷകർക്ക് കൃഷി തന്നെ ഇറക്കണോ ഇറക്കണ്ടേ എന്നുള്ള കാർഷിക മേഖല തന്നെ വിട്ടിട്ട് അവർ വേറെ വല്ല ജോലിക്ക് പോകേണ്ട ഒരു ഗതികേടിലാണ് ഇന്ന് കാർഷിക മേഖല. അതുപോലെ തന്നെ സാധാരണ ജനങ്ങളുടെ ഇപ്പോൾ നമ്മൾ നിത്യേന കാണുന്നുണ്ട്, ഓരോ വിദ്യാർത്ഥികളായിക്കോട്ടെ, പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ, ഓരോ ജോലിക്ക് വേണ്ടിയിട്ട് നല്ല മാർക്ക് കിട്ടി പഠിച്ചിട്ട് അങ്ങനെയുള്ളവർക്കൊന്നും ഇവിടെ ഒരു നിയമനവും നമ്മുടെ കേരളത്തിൽ കിട്ടുന്നില്ല. ഒക്കെ പിൻവാതിൽ നിയമനം നടത്തിയിട്ടും മറ്റും ജോലി കൊടുക്കുക എന്നല്ലാതെ പഠിച്ചിട്ടുള്ള കുട്ടികളൊക്കെ നമ്മുടെ നാടും വീടും വിട്ട് രാജ്യം വിട്ടു പോകേണ്ട ഒരു ഗതികേടിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള 2ാം പിണറായി ഗവൺമെൻറ് മികച്ച ഭരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 1ാം പിണറായി ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയാണ് 2ാം പിണറായി ഗവൺമെൻറ് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കേരളത്തിൽ ദരിദ്രരില്ലാത്ത നാട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം ഊർജിതമായി നടത്തുകയാണ്
അതുപോലെ തന്നെ സാമൂഹ്യ ക്ഷേമ മേഖലയിൽ മികച്ച ഇടപെടലാണ് ഈ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ്റെ വിതരണം ഉൾപ്പെടെയുള്ള സാമൂഹ്യ ക്ഷേമ പദ്ധതികൾ വളരെ മികച്ച രീതിയിൽ ഏറ്റെടുക്കുന്ന ഈ ഗവൺമെൻറ് എല്ലാം കൊണ്ടും മികച്ച ഭരണമാണ് നാട്ടിൽ കാഴ്ചവെക്കുന്നത്. മാറ്റൊലി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കും കേരളത്തോടുള്ള അവഗണനയ്ക്കുമെതിരെ LDF. കേരളം ഇന്ത്യയിലല്ലേ എന്ന ചോദ്യവുമായി കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് പ്രതിഷേധ മാർച്ച്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ മാർച്ചിലും പട്ടാമ്പി BSNL ഓഫീസ് മാർച്ചിലും ഒറ്റപ്പാലം ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ചിലും പ്രതിഷേധമിരട്ടി. ലഹരിക്കെതിരെ ബോധവൽക്കരണ പരിപാടികൾ സജീവം. പൈതൂരിൽ DYFI നേതൃത്വത്തിൽ ജനകീയ മനുഷ്യച്ചങ്ങല. കവചമാകാം ലഹരിക്കെതിരെ എന്ന തലക്കെട്ടിൽ ലഹരി വിരുദ്ധ കൂട്ടായ്മയുമായി പാലക്കാട് പ്രസ് ക്ലബ്. പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ലഹരി വിരുദ്ധ പോരാട്ടം. സംസ്ഥാനത്ത് ഭരണ സംവിധാനത്തിന്റെ സംരക്ഷണം ലഭിക്കുന്നതാണ് ലഹരി മാഫിയയ്ക്ക് പ്രചോദനമാകുന്നതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗം MM ഹമീദ്. സമൂഹത്തെയാകെ ബാധിക്കുന്ന പ്രശ്നമായ ലഹരിക്കെതിരെ സർക്കാർ ശക്തമായ നടപടികളാണ് സ്വീകരിക്കുന്നതെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. CPM ലഹരിക്കെതിരെ നിലപാടുള്ള പാർട്ടി. കേന്ദ്ര സർക്കാരിനെതിരെ LDF കൺവീനറുടെ രൂക്ഷ വിമർശനം. ഒരു വിഭാഗം ആശാവർക്കർമാരുടെ സമരം കാര്യങ്ങളറിയാതെയെന്നും TP രാമകൃഷ്ണൻ. പൗരാണിക ഗ്രന്ഥങ്ങളിൽ ജാതിയും വർണ്ണവും വിശ്വാസവും മാത്രം തേടിപ്പോയത് സമൂഹത്തിൽ അപജയത്തിനിടയാക്കിയെന്ന് പ്രഭാഷകൻ സുനിൽ P. ഇളയിടം. പൗരാണിക ഗ്രന്ഥങ്ങളിൽ യാഥാർത്ഥ്യത്തിലുള്ളത് മൂല്യങ്ങളുടെ ഉയർപ്പ്. ജ്ഞാനപ്പാനയുൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങൾ മനുഷ്യകുലത്തിന്റെ വഴികാട്ടിയെന്നും സുനിൽ P. ഇളയിടം. പാലക്കാട് വിക്ടോറിയ കോളേജിൽ മലയാള ഗവേഷണ കേന്ദ്രം തുറന്നു. തിരുവല്ലോമലയിൽ ഗൂഗിൾ മാപ്പ് നോക്കി സഞ്ചരിച്ച കാർ പുഴയിൽ പതിച്ചു. 5 അംഗ കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇടിമിന്നലിൽ തീ പടർന്ന് കൊപ്പം വിളത്തൂരിൽ കിടക്ക കമ്പനി കത്തിനശിച്ചു. ലക്ഷങ്ങളുടെ നാശനഷ്ടം. ആളപായമില്ല. കോട്ടായിൽ നിയന്ത്രണം വിട്ട കാർ ടെലിഫോൺ പോസ്റ്റിലിടിച്ച് തകർന്നു. വിഷുക്കാലമായതോടെ പാലക്കാട് ജില്ലയിലേക്ക് നിയമവിരുദ്ധമായും അനിയന്ത്രിതമായും പടക്കമെത്തുന്നുണ്ടെന്ന് ഫയർവർക്സ് ഡീലേഴ്സ് അസോസിയേഷൻ. കോടതി ഉത്തരവിന്റെ ലംഘനം നടക്കുമ്പോഴും അധികാരികൾ നടപടിയെടുക്കുന്നില്ല. ശിവകാശി ഉൾപ്പെടെയുള്ള പടക്ക നിർമ്മാണ കേന്ദ്രങ്ങളിൽ നിന്ന് അനധികൃതമായി പടക്കമെത്തുന്നുണ്ടെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ. പട്ടാമ്പി ഓർച്ചാർഡ് നവീകരണത്തിന് ഭരണാനുമതി ലഭിച്ചത് സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച 5 കോടിയുടെ പദ്ധതികൾക്ക്. ഓർച്ചാർഡിനെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചെത്തിക്കാനാകുമെന്ന് മുഹമ്മദ് മുഹ്സിൻ MLA. ഫാം സ്കൂൾ, ഫാം ടൂറിസം പദ്ധതികളും ഇതിന്റെ ഭാഗമായി ഓർച്ചാർഡിൽ നടപ്പാക്കും. വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ പരിപാലനം ഇനി ഷൊർണൂർ റെയിൽവേ ജംഗ്ഷൻ മെക്കാനിക്കൽ ഡിപ്പോയിൽ. തിരുവനന്തപുരം മംഗലാപുരം വന്ദേ ഭാരത് എക്സ്പ്രസ് പരിപാലനത്തിനായി ഷൊർണൂരിലെത്തിച്ചു. സാങ്കേതിക പരിപാലനത്തിനൊപ്പം പ്രധാന സുരക്ഷാ പരിശോധനകളും നടത്തും. 2024 കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. വീണയിൽ A. അനന്തപത്മനാഭൻ, നാടകത്തിൽ സേവ്യർ പുൽപ്പാട്ട്, നൃത്തത്തിൽ കലാമണ്ഡലം സരസ്വതി എന്നിവർക്ക് ഫെലോഷിപ്പ്. 18 പേർക്ക് അക്കാദമി അവാർഡുകളും 22 പേർക്ക് ഗുരുപൂജ പുരസ്കാരവും. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.